ജാതികൾ ഭേദവിചാരം ഇവിടെ പുക്കവ ഒരു കൈചാരം. ഏത് ജാതി ഭേദമുണ്ടോ? രാമായണത്തിൽ ലക്ഷ്മണോപദേശത്തിൽ രാമൻ പറയുന്നുണ്ട്, ഞാൻ രാജാവാണ്, ഞാൻ ബ്രാഹ്മണനാണ്, ഞാൻ ക്ഷത്രിയനാണ്, ഞാൻ ആഢ്യനാണെന്ന് ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ബ്രാഹ്മണോഹം നരേന്ദ്രോഹം ആഢ്യോഹം എന്ന മ്രേഡിതം കലർന്നീടും ദശാന്തരേ. ജന്തുക്കൾ ഭക്ഷിച്ചു കാട്ടിച്ചു പോകിലാം, വെന്തു വെണ്ണീറായി ചമഞ്ഞു പോയിടിലാം, മണ്ണിനു കീഴെ കൃമികളായി പോകിലാം, നന്നല്ല ദേഹം നിമിത്തം മഹാമോഹം. ജന്തുക്കൾ പിടിച്ചു തിന്നാൽ ബ്രാഹ്മണന്റെ കാഷ്ടം സ്വർണത്തിൻ്റെതും താണജാതിക്കാരന്റെ കാഷ്ടം വെറും കാഷ്ടവുമാവുമോ? ഇല്ല, എല്ലാവരുടെ കാഷ്ടവും കാഷ്ടം തന്നെ. മണ്ണിൽ കുഴിച്ചിട്ടാൽ MLA-നെയും MP-നെയും മന്ത്രിനെയും കുഴിച്ചിട്ടാൽ ഇത് MP-ന്റെ ശവാൻ. തിന്നണ്ടാന്ന് ഏതെങ്കിലും കൃമീടങ്ങൾ വേണ്ടെന്ന് വെക്കുമോ? ഇല്ല, എല്ലാം പോവും. തീയിൽ വെച്ചാലോ വെന്തു വെണ്ണീറായി ചമഞ്ഞു പോയിടില്ല, വെറും വെണ്ണീരാവും അല്ലേ? മഹാരാഷ്ട്രയിലെ ഉപമുഖ്യമന്ത്രി ഇന്ന് രാവിലെ വീട്ടിൽ നിന്ന് പുറപ്പെടുമ്പോൾ ഉപമുഖ്യമന്ത്രിയായിരുന്നു. അദ്ദേഹത്തിന് എസ്കോർട്ട് ഉണ്ടായിരുന്നു, അദ്ദേഹത്തിന് പോലീസുകാർ സല്യൂട്ട് അടിച്ചിരുന്നു. പക്ഷെ ആ വിമാനം തകർന്നു വീണപ്പോൾ അജിത് പവാർ മന്നവനാട്ടെ യാചകനാട്ടെ വന്നിടുമൊടുവിൽ വഞ്ചിത നടുവിൽ. ഈ ആത്മവിദ്യാലയത്തിൽ പഠിക്കണം. ആത്മവിദ്യാലയത്തിലേക്ക് പോകാൻ സ്കൂൾ ബസ് ഉണ്ടോ? ആത്മവിദ്യാലയത്തിലേക്ക് പോകാൻ ഓട്ടോറിക്ഷ ഉണ്ടോ? ഇല്ല. ആ വിദ്യാലയത്തിലേക്ക് പോകാൻ മാനസ സഞ്ചരരേ ബ്രഹ്മണി മാനസ സഞ്ചരരേ. മനസ്സുകൊണ്ട് യാത്ര ചെയ്യണം. ആ മനസ്സുകൊണ്ട് യാത്ര ചെയ്യാൻ അറിയുന്ന ഒരേ ഒരു ജീവി മനുഷ്യനാണ്.